ഹായ് ഗായ്സ്, സോണിയ, ഞങ്ങൾ മേക്കടമ്പിന് പോവാണ്. ഇതിനൊരു വ്ളോഗൊന്നും പറയാൻ പറ്റില്ല. ഇടയ്ക്ക് എപ്പോഴൊക്കെയോ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ഒരു വ്ളോഗ് പോലെ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. ഹായ് ഗായ്സ്, ഞങ്ങളൊരു പഴുതാരക്കുളത്തിൽ പോവാണ്. ആരും ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു. അവിടെ പഴുതാരക്കുളത്തിൽ പഴുതാര ഉണ്ടോ എന്ന് നോക്കാനാണ് ഞങ്ങൾ പോകുന്നത്. ഈ പഴുത്തില് ആരും ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈം പോകുന്നത്. ഞങ്ങൾ ലീഡ് ചെയ്യുന്നത് ഞങ്ങക്ക് വഴി അറിയില്ലാത്ത കാരണം ഒരു 5 അടി മുന്നേ നടന്നാണ് ഞങ്ങൾ ലീഡ് ചെയ്യുന്നത്. അതെ, എവിടെ അപായം വരും അറിയില്ലാത്ത കാരണം അതും മെസ്സിയാണ് ഞങ്ങള് ലീഡ്. മെസ്സി, എടാ മെസ്സി എന്നൊക്കെ വിളിച്ചാ തിരിഞ്ഞു നോക്കാട്ടോ. അതെ, കിട്ടും. ഇതാരാന്നറിയോ ഗൈസ്? ദിസ് ഈസ് ജെറിൻ. അങ്ങനെയൊന്നുമില്ല. ഇതിലാരാണ് ചേച്ചി, ഇതിലാരാണ് അനിയത്തി? കണ്ടുപിടി, ഫൈൻഡ് ഔട്ട്. കമന്റ് ബോക്സിൽ പറയേണ്ടതാണ്. ഇതിലാരാണ് ചേച്ചി, ഇതിലാരാണ് അനിയത്തി? ഇതിൽ ഞാനാണ് കേട്ടോ അനിയത്തി. അതറിഞ്ഞ ഞാനനിയത്തി. പിന്നെ 4 പേരില് ഒരാള് ഫ്രണ്ടിൽ. ഞാൻ ഓടിച്ചോണ്ട് പോകാറുണ്ട്. യു ആർ മൈ എവറിത്തിങ് ബേബി. പോടാ. എടാ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ഓരോ സൈക്കോ പഴയ ഒരു സൈക്കോസ് തന്നെയാ എല്ലാരും. ഒരു മാറ്റല്ല. ഞങ്ങളിപ്പോ പഴുതാരക്കുളത്തിലെത്തും. ഇതാണോ പഴുതാരക്കുളം? ഇതെവിടെയാ? ഇതെവിടെ കുളം? എവിടെയാ? ഇത് ഈ പരിസരത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കുളമാണ്. ഞാൻ ചെറുപ്പത്തിൽ എന്തോ കണ്ടതാണ്, പിന്നെ ഇങ്ങ് പോയിട്ടില്ല. അതുകൊണ്ട് ഇതെങ്ങനെയാണെന്നുള്ളൊരു ബോധമൊന്നും എനിക്ക് ഉണ്ടായില്ല. സത്യത്തിൽ ഇതിൽ സെറ്റപ്പാണ്. ഇപ്പം ആരും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അതാ ഇങ്ങനൊരു ഭംഗിയില്ലാതെ കിടക്കുന്നത്. അറിയില്ല. തല ഇറങ്ങണം. ഒരു മണം. ഇവിടെ അങ്ങോട്ട് അതിന്റെ അകത്തായിട്ട് ഞാൻ ഇവിടെ ചാടാം. വേണ്ടാട്ടോ, കുഴിക്കാതിരോ. എനിക്ക് നീയല്ല ഞങ്ങള്. എന്റെയാണോ? കുഴപ്പമില്ല. കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്താറായിരിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ കൊറേ നടന്നു. അന്നേരം ഞാൻ ഓർത്തില്ല വണ്ടി ഓടിച്ചപ്പോ. എന്ത് ഇനിയിപ്പോ ഓടിക്കണ്ട, ഇനി എനിക്ക് മൂടില്ല. ഞങ്ങൾ അങ്ങോട്ട് ഷോർട്ട് കട്ട് പോയി, ഇങ്ങോട്ട് ഞങ്ങൾ വളരെ വലിയ വഴി കൂടിയാണ് പോകുന്നത്. അപ്പോൾ കറക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ പിന്നെ ഇറങ്ങി. ഇത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീടാണ് കേട്ടോ. ഇവിടെ മേക്കടമ്പാണ്. അപ്പോൾ അവിടെ ചേച്ചിയുണ്ട്, പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്. അപ്പോൾ കുറേ ആയി ഞങ്ങളിവിടെ വന്നിട്ട്. ക്രിസ്മസൊക്കെ കഴിഞ്ഞ്, സത്യം പറഞ്ഞാൽ ന്യൂ ഇയറും കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് വരാൻ പറ്റിയത്. ഇത് ഇന്നലത്തെ കണ്ടിന്യൂഷനാണ്. ഇന്നിവിടെ വീട്ടിൽ പരകൂതാശയാണ്. അതുപോലെ തന്നെ 12 പഴങ്ങളുടെ നേർച്ചയുണ്ട്. അപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരൊക്കെയുണ്ടെന്ന്. എല്ലാവരും കുറേ നാളുകൂടി കണ്ടുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ പിള്ളേരൊക്കെ വന്നു തുടങ്ങി. നമുക്ക് സോണിയ, അവിടെ അമ്മച്ചി, എല്ലാവരും ഉണ്ട്. എല്ലാവരും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇതാണ് എൻ്റെ അനിയത്തി. ഇവളുടെ പേര് ജെറിൻ എന്നാണ്. പിന്നെ ഇതെൻ്റെ ചേച്ചി. ചേച്ചിനൊക്കെ 2 വയസ്സിന് മൂത്താണ്. സിമറി, പുള്ളിക്കാരി നേഴ്സാണ്. ഞങ്ങളെല്ലാവരും നേഴ്സുമാരാണ്. ചേച്ചി വർക്ക് ചെയ്യുന്നു, ഞാനിങ്ങനെ ഇരിക്കുന്നു. നമ്മൾ ആൺപിള്ളേരെയാണ് കേട്ടോ നേർച്ചക്കിരുത്തുന്നത്. അത് 12 പേരെയാണ് കേട്ടോ ഇന്ന് നേർച്ചക്കിരുത്തിയേക്കുന്നത്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു തുടങ്ങി. ഇത് കുട്ടുവാണ് മെയിൻ. ഫ്രണ്ടിൽ പപ്പയുണ്ട് കറി വിളമ്പാൻ. പിള്ളേരൊക്കെ കാര്യമായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട്. എന്തൊരു നേരം നീ വെള്ളം കുടിക്കും?
കുറേ നാൾ കൂടിയാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ കുറേ പറയാനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്താ, കുറ്റങ്ങളും കുറവുകളൊക്കെ തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിരുന്ന് സമയം പോയി അറിഞ്ഞില്ല. പിന്നെ ഒന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു. ഞാനിതൊരു വ്ളോഗ് ആക്കാൻ വേണ്ടി എടുത്ത വീഡിയോ അല്ല. ഇടയ്ക്ക് എവിടെയൊക്കെയോ വെച്ച് അങ്ങനെ തോന്നി, ഇടയ്ക്കത് മറന്നുപോയി. അപ്പോൾ കണ്ട എല്ലാ നല്ല പോർഷൻസും ഇതിലങ്ങ് ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ബൈ.